ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങ് അടുത്ത് എത്താറായിട്ടുണ്ട് അല്ലെ. ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ നമുക്കിനി പബ്ലിക് എക്സാം ആണ് വരാനുള്ളത്. അപ്പൊ ഇനി പെട്ടെന്ന് എക്സാമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുന്നിൽ പഠിക്കാനായിട്ട് ബാക്കിയുള്ളൂ. നമുക്കാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനായിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റിലും. അപ്പൊ ഇപ്പൊ എല്ലാ മക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് തന്നെയാണ്. അതായത് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിന്റെയും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, ഏത് ചാപ്റ്ററിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ടും വരാറുള്ളത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. സ്ഥിരമായിട്ട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സിൽ നമുക്കറിയാം 17 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലും ആയിട്ട് 17 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 17 ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് തന്നെയാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ NCERT പറയുന്ന ഒരു വെയിറ്റേജ് നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുള്ള വെയിറ്റേജ്. ഇപ്പൊ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലാണെങ്കിൽ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ഡിലീറ്റഡ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ NCERT പറയുന്ന വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് 3 മാർക്ക്, അതുപോലെ തന്നെ 1950 to 1990 4 മാർക്ക്, പിന്നെ LPGയിൽ 6 മാർക്ക്, ദെൻ പോവേർട്ടിയിൽ 6 മാർക്ക്, ഹ്യൂമൻ ക്യാപിറ്റലിൽ 4 മാർക്ക്, ദെൻ റൂറൽ ഡെവലപ്മെന്റിൽ 5 മാർക്ക്, എംപ്ലോയ്മെന്റിൽ 3 മാർക്ക്, പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ 6 മാർക്ക്, ദെൻ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സിൽ നമുക്ക് 3 മാർക്ക്. ഈ ഒരു രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് അല്ലാതെ നമുക്കറിയാം നമുക്ക് ഓരോ സെക്ഷനിലും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 4 എണ്ണം എഴുതിയാൽ മതി, അതുപോലെ തന്നെ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. അത് ഇൻക്ലൂഡഡ് അല്ലാതെയാണ് ഈ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. 80 മാർക്ക്, ടോട്ടൽ 80 മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ വരുവാണെങ്കിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമുക്കറിയാം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് 8 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, 2 മാർക്കിനാണ് വരുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, 7 മാർക്ക്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ 4 മാർക്ക്, പ്രസന്റേഷനും അതുപോലെ തന്നെ സെൻട്രൽ ടെൻഡൻസിയും നമുക്ക് 8 മാർക്കാണ്, കോറിലേഷൻ 5 മാർക്കാണ്, ദെൻ ഇൻഡെക്സ് നമ്പർ 4 മാർക്കും, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ 2 മാർക്കുമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2024 പബ്ലിക് എക്സാമിന് എങ്ങനെയായിരുന്നു നമ്മുടെ എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻസ് വന്നത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, മൊത്തം എത്ര മാർക്കിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ 2024 പബ്ലിക് എക്സാമിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മൊത്തം 3 മാർക്കിനാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. നമുക്കറിയാം അത് റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ദെൻ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ചാപ്റ്ററിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരുപാട് മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ, അതുപോലെ തന്നെ IPR, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. മൊത്തം 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ LPG, നമുക്കറിയാം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നത് LPGയിൽ നിന്നായിരിക്കണം. നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസികളെ കുറിച്ചായിരിക്കും. അവിടെ 1 മാർക്കിന്റെ ഒരു ചോദ്യവും വന്നിട്ടുണ്ട്, 8 മാർക്ക്, അങ്ങനെ മൊത്തം 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പോവർട്ടി നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പോവർട്ടി നമുക്കറിയാം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതും പോവർട്ടിയിൽ നിന്നാണ്. കഴിഞ്ഞ തവണ LPG ആണ്, ഈ കഴിഞ്ഞ തവണ പോവർട്ടിയിൽ നിന്ന് essay വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ essay വരും എന്നുള്ളത്. essayക്ക് ചോദിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആണ്. അങ്ങനെ മൊത്തം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പോവർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്ന് 5 മാർക്കിന്റെ ഒരു ചോദ്യം. ഉറപ്പായിട്ടും നമുക്കറിയാം അതെന്തായിരിക്കും, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെയാണ് ചോദിക്കാറുള്ളത്. ദെൻ റൂറൽ ഡെവലപ്മെന്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് റൂറൽ ഡെവലപ്മെന്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം.
മൊത്തം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ. ദെൻ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. അത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാറില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 5 മാർക്കിന് മൊത്തം ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ എൻവിയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എൻവിയോൺമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും. നമുക്കറിയാം സ്ട്രാറ്റജീസ് തന്നെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്ട്രാറ്റജീസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എൻവിയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, റെഡി. ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് നമുക്കറിയാം ഒന്നുകിൽ ചൈനയുടെ ഡെവലപ്മെന്റ് പാത്ത് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും, അല്ലെങ്കിൽ 3 പേരുടെയും കമ്പാരിസൺ. ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ മൊത്തം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് LPG നിന്ന് തന്നെയാണ്. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ LPG നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻവിയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നമ്മൾ അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. 8 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ പോവേർട്ടിയും 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് സ്കോപ്പ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററുകളൊക്കെ നോക്കിയാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ചാപ്റ്ററുകളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ചാപ്റ്ററുകൾ ശ്രദ്ധിക്കരുത് എന്നല്ല, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് LPG, എൻവിയോൺമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ പോവേർട്ടിയിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അത് ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അതായിരിക്കും ചോദിക്കാറുള്ളത്. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഫുൾ തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ചില സമയങ്ങളിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പോലും കാണാറുള്ളതാണ്. അപ്പൊ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് 9 മാർക്കിന് നമുക്ക് മൊത്തം 1 മാർക്കിന്, 3 മാർക്കിന്, 5 മാർക്കിനൊക്കെ ആയിട്ട് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് നമുക്ക് 1 മാർക്കിനും 5 മാർക്കിനും. നമുക്കറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ചോദിക്കാറുണ്ട്. ദെൻ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 8 മാർക്കിനും അതുപോലെ തന്നെ ചെറിയ മാർക്കുകൾക്കും ഒക്കെ സ്കോപ്പ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. നമുക്കൊരു OGU വരയ്ക്കാനായിട്ട് 8 മാർക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ തന്നെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ പോലെ തന്നെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുള്ള ചാപ്റ്റർ ആണ്. നമുക്കറിയാം മീനും മീഡിനും മോഡും കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നിന്നുണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ കോറിലേഷനിൽ 1 മാർക്കിനും 4 മാർക്കിനൊക്കെ ആയിട്ട് മൊത്തം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്കാറ്റർ ഡയഗ്രം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ദെൻ ഇൻഡെക്സ് നമ്പറിൽ നമുക്കറിയാം സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്കിന് 4 മാർക്കിന് അങ്ങനെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ അത്ര വെയിറ്റേജ് ഇല്ല, ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. എന്നാലും സ്ഥിരമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം സ്റ്റെപ്സ്, എങ്ങനെയാണ് പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് സ്ഥിരമായിട്ട് വരുന്നതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ ഒക്കെ 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കാം. മൊത്തം ഇങ്ങനെയാണ് നമ്മുടെ 2024 പബ്ലിക് എക്സാമിന്റെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം ഇവിടെയാണെങ്കിൽ സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയും, പിന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ LPG, പോവേർട്ടി, എൻവിയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഈ ചാപ്റ്ററിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പൊ ആ ചാപ്റ്ററിനൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അങ്ങനെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരും റിവിഷൻ കഴിഞ്ഞവരുണ്ടായിരിക്കാം, ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അപ്പൊ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും ചാപ്റ്റേഴ്സ്, ഇത്രയും സബ്ജക്ട്സിൽ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ അതെല്ലാം റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ ചുരുങ്ങിയ ദിവസങ്ങളെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നമ്മളാണെങ്കിൽ എൻഡ് ഗെയിം ഓൾറെഡി പഠിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻഡ് ഗെയിമിലൂടെ ഇനി സൈലത്തിൽ ഓൾറെഡി പ്ലാൻ സെറ്റ് ആണ്. നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ പ്ലാനുകളൊക്കെ ഓൾറെഡി സെറ്റ് ആണ്. ഉടനെ വൈകാതെ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്തിരിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവർക്കും all the best.